ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ACC എന്നൊരു ഡ്രീം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരത് എക്സ്പെൻസ് കാരണം വേണ്ടാന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ളൊരു നല്ല ഓപ്ഷനാണ് EPAT. അപ്പോൾ എൻ്റെ പേരൻസിൻ്റെ തലേന്ന് ഒരു ബേർഡൻ എനിക്ക് മാറ്റാൻ EPAT എക്സാം കൂടെ പറ്റി. ഇത്രയും മികച്ച ഫാക്കൽറ്റീസിന് കീഴിലൊരു സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് ഇറ്റ്. ഹായ്, ഞാൻ ഭദ്ര, എലാൻസ് കൊച്ചിയിലെ ACC സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ FR ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ കഴിഞ്ഞ വർഷത്തെ EPAT സ്കോളർഷിപ്പ് വിന്നറായിരുന്നു. എലാൻസിൽ അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്താണ് ഇവിടെ EPAT സ്കോളർഷിപ്പ് എക്സാം നടക്കുന്നതെന്ന് അറിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ വർഷം മെയ്യിൽ ഈ ക്യാമ്പസിൽ വെച്ച് തന്നെയായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്തത്. ഞാൻ 10th കഴിഞ്ഞപ്പോൾ തന്നെ ACC എടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് +1 + 2 കോമേഴ്സ് എടുത്തത്. ACC പോലൊരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പേരൻസിൻ്റെ മെയിൻ ഒരു കൺസേൺ ആയിരിക്കും ഇതിൻ്റെ എക്സ്പെൻസ്. കാരണം ACC അത്യാവശ്യം ഒരു എക്സ്പെൻസീവ് കോഴ്സാണ്. അപ്പോൾ എൻ്റെ പേരൻസിൻ്റെ തലേന്ന് ഒരു ബേർഡൻ എനിക്ക് മാറ്റാൻ EPAT എക്സാം കൂടെ പറ്റി. പിന്നെ പൊതുവേ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലത്തെ 12th കഴിയുമ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇനി എന്ത് എടുക്കണം, അങ്ങനെ ഒരു കരിയർ കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് എക്സാമിനെ പറ്റി അറിഞ്ഞതും എഴുതിയതും. എക്സാമിനെ പറ്റി കേട്ടപ്പം കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു ഞാൻ. പക്ഷേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയോണ്ട് തന്നെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എക്സാമിന് മെയിനായിട്ട് വരുന്നത് ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ്, ഇംഗ്ലീഷ് ഗ്രാമർ, അതേപോലെ തന്നെ നമ്മുടെ +2 സ്ട്രീം ഏതായിരുന്നോ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. +2 സാറ് പറഞ്ഞിട്ടാണ് ഞാൻ എലാൻസിനെ പറ്റിയിട്ടും ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റിയിട്ടൊക്കെ അറിയുന്നത്. ഇത്രയും മികച്ച ഫാക്കൽറ്റീസിന് കീഴിലൊരു സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് ഇറ്റ്. ഞാനൊരു പ്രൈം പ്ലസ് സ്റ്റുഡൻ്റാണ്. പ്രൈം പ്ലസ് എന്ന് പറയുന്നത് എലാൻസ് ഓഫർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ അക്കാഡമിക്കൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്നത് വഴി നമുക്ക് എക്സ്ട്രാ കോഴ്സസും അതേപോലെ തന്നെ പുതിയ ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ലീപ്, എഡ്ജ്, ഓഡിറ്റ് ലാബ് ഇതിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നുണ്ട്. ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ACC എന്നൊരു ഡ്രീം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരത് എക്സ്പെൻസ് കാരണം വേണ്ടാന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ളൊരു നല്ല ഓപ്ഷനാണ് EPAT. ഞാൻ എൻ്റെ ACC ജേർണി സ്റ്റാർട്ട് ചെയ്തത് EPAT-ലൂടെയാണ്.